നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഈശ്വർ. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഓർത്തോ സർജനാണ്. ഈ കടന്നുപോയ ജൂൺ 3 വേൾഡ് ക്ലബ് ഫുട്ട് ദിനമായിട്ട് നമ്മൾ ആചരിച്ച ഒരു ദിവസമാണ്. ആ ദിനം മാത്രമല്ല, ജൂൺ മാസം തന്നെ ക്ലബ് ഫുട്ടിൻ്റെ അവയർനെസ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു മാസമാണ്. കുഞ്ഞുങ്ങളുടെ എല്ല് രോഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ 1000 നവജാത ശിശുക്കളിൽ ഒരു കുട്ടിക്ക് ക്ലബ് ഫുട്ട് ഉണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അത്രയും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ക്ലബ് ഫുട്ടിനെ കുറിച്ച് മനസ്സിലാക്കാനും അച്ഛനമ്മമാർക്ക് ബോധവൽക്കരണം കൊടുക്കുവാനും ഇതിൻ്റെ ചികിത്സ ലളിതമാണ്, സക്സസ്ഫുൾ ആണ് എന്നിട്ടുള്ള മെസ്സേജ് കൊടുക്കുവാനുമാണ് ലോക ക്ലബ് ഫുട്ട് ദിനമായിട്ട് ജൂൺ 3 ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ഇതിൻ്റെ ചികിത്സ പോൺസെറ്റി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഡോക്ടർ നിർമ്മിച്ച ഒരു പ്രോട്ടോക്കോൾ വഴിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജനിച്ച കുട്ടിയുടെ പ്ലാസ്റ്റർ ആഴ്ചയ്ക്ക് മാറ്റിയിടുന്നത് മൂലം ക്രമേണ ക്ലബ് ഫുട്ട് എന്ന ഷേപ്പുള്ള ആ ഫുട്ടിൽ നിന്ന് നോർമലായിട്ടുള്ള പാദത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അതിനുശേഷം ഒരു ഷൂ ഉപയോഗിച്ച് ആ പാദത്തിൻ്റെ ആ ഇംപ്രൂവ്മെൻ്റ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് ഒരു 5 വയസ്സ് വരെ എത്തിക്കുന്നു. ചില കുട്ടികൾക്ക് ഈ പ്ലാസ്റ്ററിനും ഈ ഷൂവിൻ്റെയും സ്റ്റേജിനിടയിൽ കുതികാലിൻ്റെ ബാക്കിലെ ഞരമ്പ് ടൈറ്റായിട്ട് കാണുന്നെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ശസ്ത്രക്രിയ ആവശ്യം വരാം. ശരാശരി ഒരു 60% കുട്ടികളിൽ അങ്ങനെ ആവശ്യം വരാം. പക്ഷെ ഇത് ചികിത്സിച്ച് നോർമലായിട്ടുള്ള പാദം കിട്ടും. അത് ആ ഒരു റീഅഷ്വറിങ് മെസ്സേജ് കൊടുക്കാനാണ്, ഒരു സമാധാനം കൊടുക്കാനാണ് അച്ഛനമ്മമാർക്ക് ഈ ഒരു മാസം ക്ലബ് ഫുട്ട് മാസമായിട്ട് ആചരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.